ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്ലി നേബബിൾ സ്പൈഡർമാൻ. പതിവ് പോലെ ഞാൻ നഗരത്തിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയണമല്ലോ. അവഞ്ചേഴ്സ് വിശ്വം മുഴുവൻ കാക്കുന്ന സൂപ്പർ ഹീറോ ഗ്യാങ്ങാണ്. പക്ഷേ എങ്കിലെന്താ, ന്യൂയോർക്കിൽ പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അത് പരിഹരിക്കാൻ ഞാനുണ്ടല്ലോ, സ്പൈഡർമാൻ. ഇന്ന് ഏതു തരം ബുദ്ധിമുട്ടിനെയാണ് ഞാൻ അഭിമുഖീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്തല്ലേ പറ്റൂ. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഈ സ്പൈഡർ സൂട്ടിന് എന്തുകൊണ്ടും ധാരാളം പോക്കറ്റുകൾ വേണമെന്നുള്ളത്. കാരണം ചില വസ്തുക്കൾ എൻ്റെ കയ്യിലൊതുങ്ങുന്നതുമായിരിക്കില്ലല്ലോ. ആ ഡെയിലി ബ്യൂഗിൾ പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ജന ജെയിംസൺ എന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് ദിനം പ്രതി പറഞ്ഞു പരത്തുന്നതെന്ന് അറിയാമോ? അത് ജനങ്ങൾ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പതിവ് പോലെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അയാൾ പറയുന്ന കുപ്രചരണങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സ്പൈഡർമാനെ അവർക്ക് ആവശ്യമാണല്ലോ. സിറ്റിയിൽ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഏറ്റുമുട്ടലുകൾക്കിടയിൽ ഇത് സാധാരണയാണ്. കാരണം ചിലപ്പോഴെല്ലാം നേരിടുന്നത് സാധാരണ മനുഷ്യരെ ആയിരിക്കില്ലല്ലോ. ഓ മൈ ഗോഡ്, ഭാഗികമായും തകർന്നു. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പെട്ടെന്നെന്തോ എനിക്കത് തോന്നി. എന്താടാ പീറ്റർ, നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? നിനക്കെന്നെ തല്ലണോ? തല്ലടാ, തല്ല്. ഫ്ലാഷ്, നീ പോ. നിങ്ങൾക്കറിയാമോ, ഈ കാണുന്ന സ്ട്രീറ്റിൽ ഞാൻ പണ്ട് താമസിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതിന് എത്രയേറെ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ പഴയ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ട്രീറ്റിലൂടെ ഞാൻ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അന്നേ സ്കൂളിൽ ആദ്യമായി വന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നിയിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമോ എന്ന്. കാരണം അത്രയ്ക്ക് ശല്യമായിരുന്നു ആ സമയത്ത് എനിക്ക് സ്കൂളിൽ നേരിട്ടത്. അങ്ങനെ ഞാൻ ആ ഹൈസ്കൂളിൻ്റെ പടിക്കെട്ടുകൾ ഒരിക്കൽ കൂടി ചവിട്ടുകയാണ്. അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു പയ്യനെ കുറേ വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിക്കുന്നത്. സത്യത്തിൽ അവനിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നു. അവർ ആ പയ്യനെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനുശേഷം അവരെല്ലാം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ പയ്യൻ്റെ താഴെ വീണുപോയ ബുക്കുകൾ എടുക്കാൻ ഞാൻ അവനെ സഹായിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നാളെ അവർ അവനെ ഇതിലും മോശമാക്കുമെന്ന രീതിയിൽ. അപ്പോഴാണ് ആ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഏയ് മിസ്റ്റർ, നിങ്ങൾ അവനെ സഹായിച്ചത് ശരിയായില്ല. ഇനി അവന് നാളെയും ഇങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ആരായിരിക്കും സഹായിക്കുക? സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുന്നത് വരെ ഇതെല്ലാം ഒരു ആചാരം പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആ മനുഷ്യനെ തിരുത്താൻ പോയില്ല. എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഞാൻ സിറ്റിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഞാനൊരു കാഴ്ച കാണുന്നത്. 2-3 ആളുകൾ ഒരു കാർ തടഞ്ഞു നിർത്തി അതിലെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം ഒരുപക്ഷെ മോഷണമായിരിക്കാം. യെസ്, എൻ്റെ ഊഹം തെറ്റിയില്ല. അതൊരു മോഷണത്തിനുള്ള ശ്രമം തന്നെയായിരുന്നു. എന്നാൽ ഞാൻ അവിടേക്ക് വരുമെന്ന് അവർ അപ്പോൾ വിചാരിച്ചു കാണുമായിരിക്കില്ല. സ്പൈഡർമാൻ! അതോടെ ആ 3 പേരും അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഞാൻ തിരികെ എൻ്റെ നിശ്ചിത സ്ഥാനത്ത് തന്നെ വന്നിരുന്നു. പക്ഷെ അപ്പോഴാണ് നടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടത്. എന്നെപ്പോലെ തന്നെ ചുമരിൽ അള്ളിപ്പിടിച്ച് ഒരു ചിലന്തിയെപ്പോലിരിക്കുന്ന ഒരാൾ. ഹലോ പീറ്റർ, നിന്നെ എനിക്കറിയാം. നീ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണെന്നുള്ള കാര്യം എനിക്കറിയാം. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതേ അവസ്ഥയിലൂടെ തന്നെയായിരിക്കും കടന്നു പോവുക. ആരാണ് നിങ്ങൾ? എൻ്റെ പേര് പീറ്റർ എന്നാണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം?